നമസ്കാരം. ഏഞ്ചൽ ബ്ലെസ്സിങ്ങിലേക്ക് സ്വാഗതം. റിലേഷൻഷിപ്പ് ഗൈഡൻസ് ആണ് എടുക്കുന്നത്. നിങ്ങൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കാർഡ്സിലേക്ക് നൽകുക. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്ന ഗബ്രിയേലിൻ്റെ ശക്തിയും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും കാർഡ്സിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ റിലേഷൻഷിപ്പിൻ്റെ ഗൈഡൻസ് എന്താണ്? കറണ്ട് എനർജി എന്താണ്? റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് എനർജി എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. നിങ്ങൾ ഇത്രയും നാൾ ജീവിച്ചിരുന്ന സിറ്റുവേഷനിൽ നിന്ന് എന്ത് തന്നെയാണെങ്കിലും അതിൽ നിന്നും ഒരു മാറ്റമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇത്രയും നാൾ നിങ്ങൾ വളരെ സന്തോഷത്തിലാണ് ജീവിച്ചിരിക്കുന്നതെങ്കിൽ അതിൽ ഒരു ചെറിയ മാറ്റം വന്നിരിക്കുന്നു. ഇത്രയും നാൾ നിങ്ങൾ വളരെ ദുഃഖത്തിലൂടെയാണ് കടന്നു പോയിരിക്കുന്നതെങ്കിൽ അതിലൊരു മാറ്റമാണ്. കാരണം ഇതൊരു വീലാണ്. ഇത്രയും നാൾ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്നും ഒരു മാറ്റമാണ് വരുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങളുടെ കർമ്മയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നതായി കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് വീൽ ഓഫ് ഫോർച്യൂൺ വന്നിരിക്കുന്നത്? വീൽ ഓഫ് ഫോർച്യൂൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഒരു സക്സസ് വരാൻ പോകുന്നു എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഗുഡ് ലക്കിൻ്റെ ഒരു ടൈമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വളരെ സന്തോഷവും സ്നേഹവും നിറഞ്ഞ ഒരു റിലേഷൻഷിപ്പിനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ജീവിത പങ്കാളിക്ക് വേണ്ടതായിട്ടുള്ള കാര്യം എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്താണ് വേണ്ടത്? ഓക്കെ, ബാലൻസിങ് ആണ് വേണ്ടത്. രണ്ട് സിറ്റുവേഷനെ കാണിക്കുന്നുണ്ട്. ആ രണ്ട് സിറ്റുവേഷനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാനസിക സിറ്റുവേഷനാണ് വേണ്ടത്. ഇമോഷണൽ ആയിട്ടുള്ള ചില സിറ്റുവേഷൻ അവർക്ക് ബാലൻസ് ചെയ്ത് കിട്ടണം. ഓക്കെ, ഒന്നുകിൽ സാമ്പത്തിക സിറ്റുവേഷനും കുടുംബമായിരിക്കും, അല്ലെങ്കിൽ രണ്ട് ഫാമിലീസ് ആയിരിക്കും. നിങ്ങളും അതുപോലെ തന്നെ അവരുടെ പാരൻസും ആയിരിക്കാം. ഓക്കെ, അപ്പോൾ അത് ഇങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത് രണ്ട് സിറ്റുവേഷത്തെ മാനേജ് ചെയ്യുവാൻ അവരൊരുപാട് വിഷമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവർക്ക് വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ബാലൻസിങ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരുപാട് ഇമോഷണലായിട്ട് നിങ്ങൾ തകർന്ന് ഇരിക്കാതെ മുന്നോട്ട് പോകുക. നിങ്ങൾ സ്റ്റക്കായി നിൽക്കാതെ. ഇപ്പം ഇമോഷണലായിട്ട് നമ്മൾ ഒരുപാട് അറ്റാച്ച്മെൻ്റ് ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഈ ബന്ധത്തെ എങ്ങനെ മെച്ചപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാം? ഓക്കെ, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങൾ നല്ല രീതിയിൽ ഈ ബന്ധം എനിക്ക് നേരെയാക്കി കൊണ്ടുവരണമെന്ന് വിചാരിച്ച് നിങ്ങൾ അതിനു വേണ്ടി പ്രയത്നിക്കുകയാണെങ്കിൽ, എഫേർട്ട് ഇടുകയാണെങ്കിൽ നിങ്ങൾക്കതിനെ ഉയർത്തിക്കൊണ്ടു വരാൻ സാധിക്കും. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാം എന്താണ്